ഇനി മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 35-ാം ദിവസം. സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കം വകവയ്ക്കാതെ ആശമാർ നാളത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ട്. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ. ഇടുക്കി വണ്ടിപ്പെരിയാർ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കടുവ മാറി. കടുവ കൂടുതൽ സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന് വനംവകുപ്പ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർ ചന്ദ്. ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ അജയ്കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് കേസ് അന്വേഷണം മലയാളികളിലേക്കും. പിടിയിലായ ടാൻസാനിയൻ വനിതയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. പ്രതികൾക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ്. NCPയിൽ പ്രതിസന്ധി തുടരുന്നു. തോമസ് കെ തോമസ് അധ്യക്ഷനായി ചുമതലയേറ്റെങ്കിലും പുനഃസംഘടന വൈകും. വിഭാഗീയത പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ജില്ലാ കമ്മിറ്റി രൂപീകരണവും പ്രതിസന്ധിയിൽ. യമനിലെ ഹൂതി താവളങ്ങളിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. നടപടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന്. അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന് ട്രംപ്. ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നും ട്രംപ്. വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് തകർത്തു. മുംബൈയുടെ 2ാം കിരീട നേട്ടം. ഡൽഹി ഫൈനലിൽ തോൽക്കുന്നത് തുടർച്ചയായി 3ാം തവണ.